പി ദിവ്യയെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങളുടെ ദിവ്യയെ ആർക്കും വിട്ടുതരില്ല, ഞങ്ങളുടെ ദിവ്യയെ തൂക്കാൻ ഒരു CBIക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നവീൻ ബാബു ആരാണ്? ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമേ അല്ല, ഞങ്ങൾ ദിവ്യയോടൊപ്പമാണ്. ഞങ്ങളുടെ ദിവ്യ കുട്ടിയെ തൊട്ടാൽ പിന്നെ നീയൊക്കെ വിവരമറിയും. ഇതാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നത്. സത്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ. നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങൾ വിട്ടുതരില്ല കുടുംബത്തെ എന്ന് പറഞ്ഞവർ പറയുന്നു. നവീൻ ബാബുവിനോടൊക്കെ പോകാൻ പറ, ദിവ്യയാണ് ഞങ്ങൾക്കെല്ലാം. ഞങ്ങളുടെ കൺകണ്ട ദൈവവും മുത്തും ചക്കര കുട്ടിയുമാണ് ദിവ്യ. ദിവ്യയെ വിട്ടൊരു കളിക്ക് ഞങ്ങളില്ല എന്നാണ് പറയുന്നത്. ഈ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി, CPMൻ്റെ ജില്ലാ സെക്രട്ടറി കരഞ്ഞ കരച്ചിൽ നമ്മളൊക്കെ കണ്ടതാണ്. നവീൻ ബാബുവിന് വേണ്ടി ഒരുപാട് കരഞ്ഞു. അതുപോലെ തന്നെ മലയാലപ്പുഴ മോഹൻ, CPMൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള മലയാലപ്പുഴ മോഹൻ നവീൻ ബാബുവിന് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി, ദിവ്യക്കെതിരെ രംഗത്തെത്തി. പക്ഷേ വീണാമണിയുടെ വെളിപ്പെടുത്തലോടുകൂടി മലയാലപ്പുഴ മോഹൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ ഇവർ കളിച്ചത്? ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നാടകമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം കൃത്യമായി മെസ്സേജുകൾ കൈമാറി നിങ്ങൾ അവിടെ ഉണ്ടാവണം, ഈ ബോഡി ദഹിപ്പിക്കും വരെ പാർട്ടിയുടെ ഓരോ ഇടപെടലും ഉണ്ടാകണം, അവരോടൊപ്പമാണെന്ന് വരുത്തി തീർക്കണം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനുള്ള 2 പേരായി അവിടുത്തെ ഉദയഭാനുവും അതുപോലെ തന്നെ ഈ മലയാലപ്പുഴ മോഹനുമൊക്കെ തരം താഴ്ന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ അതേ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വേറൊരു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി ദിവ്യയ്ക്ക് അനുകൂലമായി ചില കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി ദിവ്യയ്ക്ക് അനുകൂലമായി ചില സ്വരങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് അവർ പറയുന്നത് ഇതാണ്: വലതുപക്ഷ മാധ്യമങ്ങൾ, ദിവ്യ ഒരു ഇടതുപക്ഷക്കാരി ആയതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളുടെ കഴുകൻ കൊക്കുകൾക്ക് കൊത്തിവലിക്കാനുള്ള ഇരയായി ആര് മാറി? ഈ പറയുന്ന പി ദിവ്യ മാറി. എന്തുകൊണ്ട് ആ സമയത്ത് നേതാക്കൾ മൗനം പാലിച്ചു? ചില നേതാക്കളുടെ നിലപാട് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടായിരുന്നു. പി ദിവ്യയെ ബലിയാടാക്കി. പി ദിവ്യയെ ബലിയാടാക്കുക മാത്രമല്ല, ദിവ്യ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടായിരുന്നു നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. ദിവ്യയെ സംരക്ഷിച്ചില്ല എന്ന്. ഇതൊക്കെ ഒരു ഇടതുപക്ഷ നേതാവിനോട് ചെയ്യാൻ പറ്റാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരതയാണെന്നും ഒരു ആരോപണം ഉയർന്നാൽ കണ്ണും പൂട്ടി അവരെ സംരക്ഷിക്കണ്ടേ എന്നുമാണ് നേതാക്കൾ ചോദിക്കുന്നത്. നാളെ ഞങ്ങളും ഇത്തരത്തിൽ തോന്നിവാസം ചെയ്താൽ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കില്ലല്ലോ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റത്തില്ല. പാർട്ടിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ മെമ്പർമാരും ഏരിയ മെമ്പർമാരും ഒക്കെ ഇരിക്കുന്നത് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കാനാണ്. അത്തരം തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഞങ്ങളോടും ചെയ്യില്ല എന്ന എന്താണ് ഉറപ്പ് എന്ന നേതൃത്വത്തോടുള്ള ചോദ്യമാണ് അണികളുടെ. സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു ചോദ്യം, അല്ലെങ്കിൽ മറ്റേത് ചോദ്യമാണ് ഇവർ ചോദിക്കേണ്ടത്? ഇവരുടെ മണ്ണിലല്ലേ നവീൻ ബാബു ജനിച്ച് വളർന്ന്? ഇവരുടെ കുടുംബം പാർട്ടി കുടുംബമായിരുന്നില്ലേ? ആ മനുഷ്യൻ്റെ ചിത അവസാനമായി ഒടുങ്ങിയത് ഈ പറയുന്ന പത്തനംതിട്ടയുടെ മണ്ണിലായിരുന്നില്ലേ? ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ തന്നെ ഇത് ചോദിക്കണം. എത്രമാത്രം വൃത്തികേടിൻ്റെ അല്ലെങ്കിൽ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഈ കാര്യങ്ങൾ ഉയർത്തിയ മെമ്പർമാരെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അതുപോലെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കാര്യം ശരി, അതും പറയുന്നുണ്ട്. അതും ശരിയാണ്, ആ നിലപാടും ശരിയാണ് എന്ന് ജില്ലാ സമ്മേളനത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതേതോ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒരല്പം മനുഷ്യത്വമുള്ള ഏതോ സഖാക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസം ഉള്ളിൽ നിന്ന് വിട്ടു പോവാത്ത, കമ്മ്യൂണിസം അല്ല എങ്കിൽ പോലും അതിൻ്റെ ചായ്വ് വിട്ടു പോവാത്ത ഏതോ സഖാവ് പറഞ്ഞതാണ്. ആ നിലപാട് ശരിയാണ് എന്ന് ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരെ പിന്തള്ളുന്ന, അവരെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. പി ദിവ്യയ്ക്ക് എന്ത് ചെയ്യണമായിരുന്നു? പി ദിവ്യയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് വാങ്ങി കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ മികച്ച ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡുണ്ട്, പേര് മറന്നുപോയി, ആ അവാർഡ് കൊടുക്കണമായിരുന്നു. MTക്കൊക്കെ കിട്ടിയ അവാർഡാണ്. അപ്പോൾ ഇത്തരം മഹാന്മാർക്ക് കൊടുക്കുന്ന, മഹാരഥന്മാർക്ക് കൊടുക്കുന്ന അവാർഡ് പി ദിവ്യയ്ക്ക് കൂടി കൊടുത്ത് അവരെ സംരക്ഷിക്കണം എന്ന നിലയിലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? പി ദിവ്യയെ യഥാർത്ഥത്തിൽ CPM ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പി ദിവ്യയെ ബലിയാടാക്കിയോ എന്ന സംശയം നമുക്കുണ്ട്. കാര്യം ഒരു വലിയ കൊലപാതകത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്തിട്ട് പി ദിവ്യയെ ബലിയാടാക്കുക, എന്നിട്ട് അതിനെ മറികടന്നുകൊണ്ട് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുക. നേരെ മറിച്ച് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന കോടതിയിൽ കുടുംബം പറഞ്ഞപ്പോൾ പി ദിവ്യ കുറ്റക്കാരി അല്ലാതാവുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ മറുഭാഗത്തൊരു ചോദ്യം ഉണ്ടല്ലോ. ഇവരുടെ വിജിലൻസ് തന്നെ അന്വേഷിച്ചിട്ട് പറയുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിൽ യാതൊരു തെളിവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ തെളിവില്ലാത്ത ഒരു കാര്യത്തിന് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് പി ദിവ്യ അത്രയേറെ അധിക്ഷേപിച്ച ദിവ്യക്ക് നടപടി വേണ്ടേ? ഒന്ന്. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ആരും തന്നിട്ടില്ല. കാരണം
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണെന്നും കള്ള ഒപ്പിട്ടാണ് കൊടുത്തതെന്നും ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM-ന്റെ ഉന്നതനായ നേതാവിലേക്ക് അന്വേഷണം എത്തും. അവിടെ എവിടെ നിന്നാണ് കത്ത് തയ്യാറാക്കിയത് എന്ന കാര്യത്തിലേക്ക് അന്വേഷണം എത്തും. അതൊക്കെ പാർട്ടിക്ക് വലിയ തലവേദനയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM-ന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. അതായത് CPM നിലപാട് ഇതാണ്. PP ദിവ്യ കുടുങ്ങിയാലും പ്രശ്നമില്ല, ഞങ്ങളിലേക്ക് അന്വേഷണം എത്തരുത്, ഇതാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ട് ധന്യ നേരത്തെ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ PP ദിവ്യ CPM തെറിച്ചു പോയാലും നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം PP ദിവ്യയെ തെറിപ്പിച്ചിട്ടായാലും ഞങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കുമെന്നുള്ള നിലപാട് CPM എടുക്കും. പക്ഷേ PP ദിവ്യക്കൊക്കെ തെറ്റിപ്പോയത് ഏത് സമയത്തും പാർട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും, ഞാൻ എന്ത് തോന്നിവാസം ചെയ്താലും ഉണ്ടാകും എന്ന നിലപാടുണ്ടല്ലോ, ആ നിലപാടിലാണ് ഇവർക്ക് തെറ്റുപറ്റിയത്. അങ്ങനെയല്ല. അതായത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നതിനൊപ്പം ഞങ്ങളുടെ തെറ്റ് കൂടി മറച്ചു വെക്കുമെങ്കിൽ മാത്രമാണ്, ഞങ്ങൾ കുടുങ്ങാതിരിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ കുടുങ്ങാതിരിക്കുള്ളൂ എന്നതാണ് നേതാക്കന്മാരുടെ ശൈലി. അല്ല, PP ദിവ്യക്കൊപ്പമാണ് പാർട്ടി എന്ന് അറിയിക്കാൻ PP ദിവ്യക്ക് വേണ്ടി പാർട്ടി ചില വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. അതായത് സോഷ്യൽ മീഡിയയിലൂടെ PP ദിവ്യ അപമാനിച്ചവർക്കെതിരെ കൃത്യമായി പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യാജ പരാതി അയച്ചവരെ കുറിച്ച് അന്വേഷണമില്ല, അതാരാണെന്നുള്ള കണ്ടെത്തലുകളില്ല, നിയമ നടപടി സ്വീകരിക്കലുകളില്ല, ഒന്നുമില്ല. പക്ഷേ ദിവ്യക്കെതിരെ പറഞ്ഞവർക്ക്, ദിവ്യയുടെ ഒപ്പമാണ് ഞങ്ങളെന്ന് കാണിക്കാനായി ദിവ്യയെ പറഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിച്ചു. അവരെ ജയിലിലിടേണ്ട എല്ലാ തന്ത്രങ്ങളും മെനയാൻ തുടങ്ങി, ദിവ്യയെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ നിലപാടുകളും എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഒരവസരം വന്നാൽ ദിവ്യയെയും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനമാനങ്ങളുടെയും ഞങ്ങളുടെ പണവും ഞങ്ങളുടെ അധികാരവും ഒക്കെയാണ് ഞങ്ങൾക്ക് വലുത്. അതിൽ ആരെങ്കിലും തടയിടാൻ വന്നാൽ അത് PP ദിവ്യ ആണെങ്കിലും ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ വച്ച് പൊറുപ്പിക്കില്ല. ഇനി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഏതെങ്കിലും സഹാക്കൾക്ക് നവീൻ ബാബുവിനോട് കൊടുമ്പിരി കൊണ്ട് വല്ല സ്നേഹവും ഒക്കെ ഉണ്ട് എങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വലിയ താമസമൊന്നുമില്ല. വല്ല കള്ളക്കേസിലൊക്കെ കുടുക്കി വല്ല കള്ളക്കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ അച്ചടക്ക നടപടി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് താഴ്ത്തിക്കെട്ടും. പിന്നീട് അന്വേഷിച്ചപ്പോൾ എല്ലാ രീതിയിലുള്ള വിവരവും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നു. കാരണം വ്യാജരേഖകൾ ചമയ്ക്കാനും വ്യാജ കഥകൾ ഉണ്ടാക്കാനും CPM-നെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ആരോടെങ്കിലും വിരോധം തോന്നിയാൽ ഒന്നുകിൽ പെണ്ണ് കേസ് അല്ലെങ്കിൽ കഞ്ചാവ് കേസ്, ഇത് രണ്ടിലേതെങ്കിലും പിടിച്ചകത്തിടാൻ ഇവരെ കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളൂ എന്നുള്ളതാണ്. എന്തായാലും CPM ദിവ്യയെ തഴയുമ്പോൾ CPM-നുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. PP ദിവ്യ മഞ്ജുഷയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ഞാനല്ല, എന്നെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചതാണ് ഇന്ന വ്യക്തികൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ CPM-ന്റെ ഉന്നതരായ നേതാക്കൾ എന്നെക്കൊണ്ട് ഇങ്ങനെ തലേ ദിവസം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷയുടെ മുന്നിൽ പോയി ദിവ്യ ഒരു കുമ്പസാരം നടത്തിയാൽ ഓടി തള്ളാൻ പോകുന്നത്, പോണടത്ത് പുല്ല് പോലും കുരുക്കാത്തത് ഈ നേതാക്കന്മാർക്കായിരിക്കും. അതുകൊണ്ട് ദിവ്യയെ ഒതുക്കി നിർത്താൻ അല്ലെങ്കിൽ ദിവ്യയെ ഒപ്പം കൂട്ടാൻ ഇവരൊക്കെ തയ്യാറായില്ല എങ്കിൽ ഒരു പക്ഷേ തിരിച്ചടി വലിയ രീതിയിൽ കിട്ടാൻ പോകുന്നത് CPM-ന് തന്നെയായിരിക്കും. ഒന്ന് ഓർത്ത് നോക്ക് ഭർത്താവ്, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. മൂന്നാമതും അധികാരത്തിൽ വരണം, ചരിത്ര വിജയം കുറിക്കണമെന്നൊക്കെയാണ് CPM വിചാരിക്കുന്നത്. പിണറായി സ്വപ്നം കണ്ട് തുടങ്ങി. മൂന്നാമത്തേന് 50 അകമ്പടി വാഹനങ്ങളിൽ 75 ചീഫ് സെക്രട്ടറിമാരും 150 പടയാളികളും ഒക്കെ ആയിട്ട് എനിക്കിങ്ങനെ വിലസണമെന്നുള്ളത്. അപ്പോൾ ദിവ്യ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ CPM അടപടലം തേയും. അതുകൊണ്ട് ദിവ്യയെ കൂടെ നിർത്തിയാൽ പത്തനംതിട്ട സഹാക്കളൊന്നും അല്ല ദിവ്യ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇടിവെട്ടിയവന്റെ തറയിൽ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ CPM. പെരിയ കേസിലൊരു വിധി കൂടി വന്നപ്പോൾ അത് ഏകദേശം പൂർണ്ണമായി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.